നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. നടൻ മണിയൻ പിള്ള രാജുവിൻ്റെ വാഹനാപകടത്തിൽപ്പെട്ടത് വലിയ വിവാദമായിരുന്നു. രണ്ട് യുവാക്കൾ സഞ്ചരിച്ചിരുന്ന ബൈക്കായിരുന്നു നടൻ മണിയൻപിള്ള രാജു സഞ്ചരിച്ച വാഹനത്തിൽ വന്ന് ഇടിക്കുകയായിരുന്നു. പക്ഷേ അദ്ദേഹം അവിടെ അത് നിർത്താതെ അവരെ വഴിയിൽ ഉപേക്ഷിച്ച് പോയതായിരുന്നു വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ചിരുന്നത്. ഏതായാലും അത് അദ്ദേഹത്തിന് കൃത്യമായിട്ട് തിരുവനന്തപുരത്തുള്ള ഏതോ ഉന്നത പോലീസുകാരൻ്റെ അല്ലെങ്കിൽ ഉന്നത ബന്ധങ്ങളിൽ നിന്നുള്ള ചില സംരക്ഷണം ലഭിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് വലിയ വിവാദം ഇതിൻ്റെ പേരിൽ ഉടലെടുത്തിരുന്നു. ഇപ്പോഴും അത് അവസാനിച്ചിട്ടില്ല എന്ന് തന്നെ വേണം പറയാൻ. പിന്നീട് അതിൻ്റെ CCTV വിഷ്വൽ അടക്കം പുറത്തു വന്നപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ വാഹനത്തിലേക്കാണ് ഈ പറയുന്ന ബൈക്ക് വന്നിടിച്ചിരിക്കുന്നത് എന്നുള്ളത് വ്യക്തമാണ്. പക്ഷേ അദ്ദേഹം അവിടെ ഒരു മാനുഷിക പരിഗണന വെച്ച് ആ വാഹനം അവിടെ നിർത്താമായിരുന്നു, അല്ലെങ്കിൽ അപകടത്തിൽപ്പെട്ടിട്ടുള്ള യുവാക്കളെ ആശുപത്രിയിൽ എത്തിക്കാനുള്ള ഒരു നീക്കമെങ്കിലും നടത്താമായിരുന്നു. അതിനെതിരെ എന്തായാലും നല്ല രീതിയിലുള്ള വിമർശനം കൃത്യമായിട്ട് ജനങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ആ ഒരു അപകട വാർത്ത അത് കഴിഞ്ഞ് അതിൻ്റെ വിവാദങ്ങൾ കെട്ടടങ്ങിയിട്ടില്ല. അതിന് പിന്നാലെ തന്നെ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ മകൻ നിരജ് മണിയൻ പിള്ള രാജു സഞ്ചരിച്ച വാഹനവും അപകടത്തിൽപ്പെട്ടു എന്നുള്ള വാർത്ത കൂടിയാണ് പുറത്തു വരുന്നത്. തലനാരിഴയ്ക്കാണ് നിരജ് ഉൾപ്പെടെയുള്ള താരങ്ങൾ പരിക്കുകളില്ലാതെ രക്ഷപ്പെട്ടത്. അച്ഛന് പിന്നാലെ മകനും വാഹനാപകടത്തിൽപ്പെട്ടത് ആരാധകരെ ആശങ്കയിലാഴ്ത്തി. പുതിയ ചിത്രമായ മസ്തിഷ്ക മരണം എന്ന സിനിമയുടെ പ്രൊമോഷൻ പരിപാടികൾക്കായി പോകുമ്പോഴാണ് നിരജ് സഞ്ചരിച്ചിരുന്ന വാഹനം അപകടത്തിൽപ്പെട്ടത്. ഭാഗ്യം കൊണ്ടാണ് വലിയ പരിക്കുകളില്ലാതെ താരം രക്ഷപ്പെട്ടത്. സിനിമയുടെ പ്രൊമോഷനിടെ ഉണ്ടായ അപകടത്തെക്കുറിച്ച് നിരഞ്ജ് തന്നെയാണ് മാധ്യമങ്ങളോട് വിശദീകരിച്ചത്. വന്ന വഴിക്ക് വണ്ടി ഒന്ന് തട്ടി, എനിക്ക് കുഴപ്പമൊന്നുമില്ല, വണ്ടിക്ക് നന്നായിട്ട് പ്രശ്നമുണ്ട്. ഞങ്ങളുടെ വണ്ടിയിൽ വന്നിടിച്ചത് ഒരു KSRTC ബസ്സാണ്. വളവ് തിരിഞ്ഞപ്പോൾ ബസ് വന്ന് ഇടിക്കുകയായിരുന്നു, കുഴപ്പമൊന്നുമില്ല എന്നാണ് നിരഞ്ജ് മണിയൻപിള്ള രാജു പറഞ്ഞത്. ദിവസങ്ങൾക്ക് മുമ്പാണ് തിരുവനന്തപുരത്ത് വെച്ച് മണിയൻപിള്ള രാജുവിൻ്റെ കാർ അപകടത്തിൽപ്പെട്ടത്. ഏതായാലും ഇവിടെയും അച്ഛനും മകനും സുരക്ഷിതമാണ്. പക്ഷേ നടൻ മണിയൻപിള്ള രാജുവിനെ സംബന്ധിച്ച് അദ്ദേഹത്തെ ആ സമയത്ത് സഹായിച്ചിട്ടുള്ള ഉന്നതൻ്റെ പേരിൽ വലിയ വിവാദം ഉയർന്നിട്ടുണ്ട്. ഫെബ്രുവരി 6 രാത്രി 10 മണിയോടെയാണ് തിരുവനന്തപുരം ട്രിവാൻഡ്രം ക്ലബിന് മുന്നിലായിരുന്നു സംഭവം നടന്നത്. താരം ഓടിച്ചിരുന്ന കാർ 2 യുവാക്കൾ സഞ്ചരിച്ചിരുന്ന ബൈക്കുമായി കൂട്ടിയിടിക്കുകയായിരുന്നു. അപകടത്തിന് ശേഷം വാഹനം നിർത്താതെ പോയതും വലിയ ചർച്ചയായിരുന്നു. കാരണം ഇതിൻ്റെ CCTV വിഷ്വലൊക്കെ തന്നെ പുറത്തു വന്നിരുന്നു. പിന്നീട് പോലീസ് സ്റ്റേഷനിൽ ഹാജരായ മണിയൻപിള്ള രാജു ഭയം കാരണമാണ് വാഹനം നിർത്താതെ പോയതെന്ന് വെളിപ്പെടുത്തിയിരുന്നു. ബൈക്ക് വളരെ വേഗത്തിൽ വന്ന് തൻ്റെ വാഹനത്തിൽ ഇടിക്കുകയായിരുന്നുവെന്നും അദ്ദേഹം പ്രതികരിച്ചിരുന്നു. നടൻ മണിയൻപിള്ള രാജുവിൻ്റെ കാർ അപകടത്തിൽ മ്യൂസിയം പോലീസിന് വെള്ളപൂശി സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് നൽകിയെന്നുള്ള വിമർശനവും ഉയരുന്നുണ്ട്. ഉദ്യോഗസ്ഥർക്ക് ബോധപൂർവമായ വീഴ്ച സംഭവിച്ചിട്ടില്ലെന്നാണ് സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ടിൽ പറയുന്നത്. അപകട വിവരം അറിഞ്ഞയുടനെ കൺട്രോൾ റൂം വാഹനവും മ്യൂസിയം പോലീസും സ്ഥലത്തെത്തി പരിക്കേറ്റവർക്ക് വൈദ്യസഹായം നൽകാനാണ് ആദ്യം ശ്രമിച്ചത്. രാത്രി 2 വട്ടം രാജുവിൻ്റെ വീട്ടിൽ പോലീസ് എത്തിയതിനും ദൃശ്യങ്ങൾ തെളിവുണ്ട്. പക്ഷേ രാജു പോലീസിനെ വിളിച്ചുവെന്ന് പറയുന്നത് വിശ്വസനീയമല്ലെന്നും കമ്മീഷണർക്ക് നൽകിയ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. കാരണം ഈ അപകടം നടന്നു പോയ ശേഷം അദ്ദേഹം മണിക്കൂറുകൾ കഴിഞ്ഞതിന് ശേഷമാണ് സ്വയം പിന്നീട് സ്റ്റേഷനിൽ ഹാജരായത്. ഇപ്പോൾ അഥവാ അദ്ദേഹം അവിടെ മദ്യപിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ അത് കണ്ടുപിടിക്കാനുള്ള ഒരു വഴി കൂടി അവിടെ തടസ്സപ്പെടുകയാണ് ഉണ്ടായത് എന്നുള്ള വിമർശനം കൂടി ഉയരുന്നുണ്ടായിരുന്നു. തിരുവനന്തപുരം ട്രിവാൻഡ്രം ക്ലബിന് മുന്നിൽ ഫെബ്രുവരി 6 രാത്രി 10 മണിയോടെയാണ് അപകടമുണ്ടായത്. അപകടത്തിന് ശേഷം നിർത്താതെ പോയ വാഹനം പിറ്റേന്ന് സ്റ്റേഷനിൽ അദ്ദേഹം ഹാജരാവുകയായിരുന്നു. ശേഷം ജാമ്യത്തിൽ വിടുകയും ചെയ്തു. അപകടം ഉണ്ടാക്കിയ കാർ ഓടിച്ചത് താൻ തന്നെയെന്ന് നടൻ മണിയൻപിള്ള രാജു പ്രതികരിച്ചിരുന്നു. ഒരു ചടങ്ങ് കഴിഞ്ഞ് പുറത്തേക്ക് വരികയായിരുന്നു, ബൈക്ക് വളരെ വേഗത്തിൽ വന്നിടിക്കുകയായിരുന്നുവെന്നും ഭയം കൊണ്ടാണ് വാഹനം നിർത്താതെ പോയതെന്നും മണിയൻപിള്ള രാജു പറഞ്ഞിരുന്നു. തുടക്കം മുതൽ രാജുവിനെ രക്ഷിക്കാൻ പോലീസ് ശ്രമിച്ചെന്നാണ് ആക്ഷേപം. രാത്രിയിൽ വീട്ടിലെത്തിയ പോലീസ് രാജു അവിടെയില്ലെന്ന് പറഞ്ഞ് മടങ്ങി. മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് എന്ന് പറഞ്ഞു. പോലീസ് ആസ്ഥാനം ഉൾപ്പെടെയുള്ള പ്രധാന റോഡിലെ CCTV പരിശോധിച്ച് രാത്രി തന്നെ കാർ കസ്റ്റഡിയിൽ എടുത്തില്ല. രാജുവിനെ കസ്റ്റഡിയിൽ എടുക്കാൻ വൈകിയത് മൂലം വൈദ്യ പരിശോധന സമയത്ത് നടന്നില്ല. പിറ്റേന്ന് രാജു പറഞ്ഞ സമയത്ത് സ്റ്റേഷനിൽ ഹാജരാകാൻ അനുവദിച്ചു. പരിശോധനയ്ക്ക് രക്തസാമ്പിൾ കെമിക്കൽ ലാബിലേക്ക് അയച്ചതും അപകടം നടന്ന മണിക്കൂറുകൾ കഴിഞ്ഞ ശേഷം മാത്രമാണ്. ഇത് കൃത്യമായ പരിശോധനാ ഫലം കിട്ടാനുള്ള സാധ്യത പോലീസ് ഇല്ലാതാക്കിയെന്നത് ഉൾപ്പെടെയുള്ള വിമർശനങ്ങളാണ് ഉയരുന്നത്. കാരണം ആരുടേക്കോ ഉന്നത സഹായം അവിടെ ലഭിച്ചിട്ടുണ്ട്. മറ്റെല്ലാ കാര്യത്തിനും വളരെ വേഗത്തിൽ കൃത്യമായിട്ട് നടപടി
നടപടികൾ എടുക്കുന്ന കേരള പോലീസ് എന്തുകൊണ്ട് ഈ ഒരു വിഷയത്തിൽ വളരെ മെല്ലെ പോക്ക് കാണിച്ചു എന്നുള്ളതാണ് ഉയരുന്ന വിമർശനം. ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ വീട് വളരെ തൊട്ടപ്പുറത്ത് തന്നെയായിട്ടും അവിടെ എത്തിയെന്ന് പോലീസ് പറയുന്നു. അവിടെ അദ്ദേഹം ഉണ്ടായിരുന്നില്ല എന്ന് തിരിച്ച് മറുപടി ലഭിക്കുന്നു. പിന്നീട് വേറെ തിരച്ചിലൊന്നും നടത്താതെ പോലീസ് മടങ്ങിയെത്തുന്നു. പിറ്റേന്ന് രാവിലെ അദ്ദേഹം തന്നെ സ്വയം സ്റ്റേഷനിൽ ഹാജരാവുകയാണ് ഉണ്ടായത്. ഈ പറഞ്ഞതുപോലെ അദ്ദേഹം മദ്യപിച്ചിട്ടുണ്ടോ? അദ്ദേഹം മദ്യപിച്ചിട്ടൊന്നുമില്ലായിരുന്നു. അദ്ദേഹത്തിന് ചിക്കൻ ഗുനിയാണ്. മാത്രമല്ല ഭാര്യ അവിടെ ഒറ്റയ്ക്കായതുകൊണ്ടാണ് താൻ വളരെ ഭയപ്പെട്ട് വീട്ടിലേക്ക് പോയതെന്നാണ് പറയുന്നത്. പക്ഷേ എന്നിരുന്നാലും വൈദ്യപരിശോധന നടത്താനുള്ള ഒരു തടസ്സം അവിടെ സംഭവിച്ചിട്ടുണ്ട്. അതിന് ഒത്താശ നൽകിയതും പോലീസാണെന്നുള്ള വിമർശനമാണ് ഉയരുന്നത്. ഏതായാലും ആ വിവാദങ്ങൾ കെട്ടടങ്ങിയിട്ടില്ല. അദ്ദേഹത്തിന് അറസ്റ്റ് ചെയ്തിരുന്നു. പിന്നാലെ തന്നെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിടുകയും ചെയ്തിരുന്നു. ആ യുവാക്കൾക്ക് പരിക്കേറ്റിട്ടുണ്ട്. ആശുപത്രിയിൽ നിന്നുള്ള അവരുടെ പ്രതികരണവും കണ്ടതാണ്. രാത്രി ഏറെ വൈകി അവരെ ഇടിച്ചിട്ടതിന് ശേഷം നിർത്താതെ പോയെന്നായിരുന്നു യുവാക്കൾ ആദ്യം പറഞ്ഞിരുന്നത്. പക്ഷെ പിന്നീടാണ് CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നപ്പോൾ നടൻ്റെ വാഹനത്തിലേക്കാണ് വേഗത്തിൽ വന്നിട്ടുള്ള ഈ ബൈക്ക് ഇടിച്ചിരിക്കുന്നത്. പക്ഷേ നിർത്താതെ പോയി എന്നുള്ളത് അദ്ദേഹത്തിനെതിരെ ഉയരുന്ന ഒരു വിമർശനമാണ്. കാരണം അതിൻ്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നപ്പോൾ അദ്ദേഹം വളരെ ഭയപ്പെട്ട് അവിടെ നിന്ന് വാഹനം എടുത്തു പോകുന്നതും ദൃശ്യങ്ങളിൽ കാണാനായിട്ട് സാധിക്കുമായിരുന്നു. ഏതായാലും ആരാണ് ആ സമയത്ത് അദ്ദേഹം വിളിച്ചിട്ടുള്ള ഏതൊക്കെയോ ഉന്നതരുടെ ഇടപെടൽ കൊണ്ടാണ് അദ്ദേഹത്തിനെ അവിടെ നിന്ന് രക്ഷപ്പെടാനായിട്ടും അല്ലെങ്കിൽ പിറ്റേന്ന് അദ്ദേഹം സ്റ്റേഷനിൽ ഹാജരാകുന്നത് വരെ അദ്ദേഹത്തെ ഒന്ന് പോയി അറസ്റ്റ് ചെയ്യാനുള്ള നീക്കം പോലും പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകാതിരുന്നത് തീർച്ചയായിട്ടും ഉന്നതരുടെ ഭാഗത്തു നിന്നുള്ള ഇടപെടൽ തന്നെയാണ് എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ സാധിക്കും. ഇപ്പോൾ ഈ സ്ഥാനത്ത് മറ്റേതെങ്കിലും സാധാരണക്കാരായിരുന്നുണ്ടെങ്കിൽ വളരെ വേഗത്തിലുള്ള നടപടി തന്നെ എടുക്കുമെന്നുള്ള കാര്യത്തിലും സംശയമില്ല.